وأنيس الصالحين ومغيث المكروبين ومجيب الداعين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فقد قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിക്കല മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആവർത്തിച്ചിട്ടുള്ള രണ്ട് പദങ്ങളാണ് ലഹ്വ്, ലഇബ്. ഈ രണ്ട് പദങ്ങളും ധാരാളം ആയത്തുകളിൽ ദുനിയാവിനുള്ള വിശേഷണമായിട്ടാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് വളരെ നിസാരമാണ്, ന്യൂനതയുള്ളതാണ് എന്ന ശൈലിയിലാണ് ഈ രണ്ട് പദങ്ങളും അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ ലദ്ദാത്തുകൾ, അതിന്റെ രസങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെയെല്ലാം എത്ര ഉന്നതമായി കണ്ടാലും ശരി, അതെല്ലാം ഈ പറയപ്പെടുന്നതിന്റെ ഒരു ലെവലിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അതിനപ്പുറത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവതരമായി പഠിപ്പിച്ചു തരുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പരലോകത്തെയാണ്, ആഖിറത്തിനെയാണ് അല്ലാഹു എടുത്തു ധരിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ കാണാം, പരിശുദ്ധ ഖുർആനിൽ സൂറ അൽ-അഅല അതിന്റെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, പരലോകം അത് എന്നെന്നും ശേഷിക്കുന്നതാണ്, അത് ഉത്തമമാണ്. സൂറത്തുൽ ദുഹ അതിന്റെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, തീർച്ചയായും പരലോകം അതാണ് ഇഹലോകത്തേക്കാൾ നിനക്ക് ഉത്തമം. ആദ്യത്തേത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഹലോകമാണ്.
പരിശുദ്ധ ഖുർആനിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ-അൻആം അതിന്റെ 32ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹു വലദ്ദാറുൽ ആഖിറതു ഖൈറുൽ ലില്ലദീന യത്തഖൂൻ അഫലാ തഅഖിലൂൻ. വമൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ലോകം ഇല്ലാ ലഅബുൻ വലഹുൻ, അത് ഒരു കളിയും വിനോദവുമാണ്. ഞാൻ അങ്ങനെ അർത്ഥം പറയാണ്. ഇപ്പൊ കളിയും വിനോദവും എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിക്കും. അതൊരു കളിയാണ്, അതൊരു വിനോദമാണ്. പരലോകത്തെ ജീവിതം അല്ലെങ്കിൽ പരലോകമാവട്ടെ ഖൈറുൻ ലില്ലദീന യത്തഖൂൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമം പരലോകമാണ്. അഫലാ തഅഖിലൂൻ, എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? പരിശുദ്ധ ഖുർആനിലെ സൂറ മുഹമ്മദ് അതിന്റെ 36ാമത്തെ വചനം അല്ലാഹ് പറയാൻ, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു വഇൻ തുഅ്മിനൂ വതത്തഖൂ യുഅ്തികും ഉജൂറകും വലാ യസ്അലുകും അംവാലകും. അല്ലാഹു പറയാൻ, ഇന്നമൽ ഹയാത്തുദ് ദുനിയാ, തീർച്ചയായും ഐഹിക ലോകം ലഅബുൻ വലഹു, അത് ലഅബാണ്, ലഹുവാണ്. വഇൻ തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കുകയും വതത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ യുഅ്തികും ഉജൂറകും, നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. വലാ യസ്അലുകും അംവാലകും, നിങ്ങളുടെ ധനങ്ങളൊന്നും അവൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഈ രണ്ട് സ്ഥലങ്ങളിലും ഖുർആൻ ലഅബ് ലഹു പ്രയോഗിച്ചത് കാണാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറ അൽ ഹദീദ് അതിന്റെ 20ാമത്തെ വചനം, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹു, നിങ്ങൾ അറിയണം, തീർച്ചയായും ഐഹിക ലോകം അത് ലഅബും ലഹുവാണ്. ഈ ആയത്തുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നത് ഐഹിക ലോകം എന്നത് അത് ലഹുവാണ്, ലഅബാണ്. എന്താണ് ഈ ലഹുവ് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ ലഹുവ് എന്നതിന് പറഞ്ഞതിന്റെ അതിന്റെ വിശദീകരണം എന്താ അറിയോ? മാ യശ്ഗലുൽ ഇൻസാന അമ്മാ യഅനീഹി വയുഹിമ്മുഹു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് പ്രാധാന്യമുള്ളതും അത്യാവശ്യമുള്ളതും ഇത്തരം സംഗതികളിൽ നിന്നെല്ലാം മനുഷ്യനെ ജോലിയാക്കുന്നത്, മനുഷ്യനെ വ്യാപൃതനാക്കുന്നത് എന്താണോ അതിനെയാണ് ലഹുവ് എന്ന് വിളിക്കുക. ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയത്തിൽ നിന്ന് അവന്റെ ശരീരത്തെയും മനസ്സിനെയും തെറ്റിക്കുന്നത്, ഒരാൾക്ക് അത്യാവശ്യമുള്ളതിൽ നിന്ന് വേറൊന്നിലേക്ക് അവനെ ജോലിയാക്കുന്നത് എന്തോ അതിനെയാണ് ലഹുവ് എന്ന് വിളിക്കുക. എന്നാൽ കുറച്ചും കൂടി നിസാരമാണ് ഈ ലഅബ് എന്ന് പറഞ്ഞാൽ. ലഅബ് എന്ന പദം ഉണ്ടായിട്ടുള്ളത് ലുആബ് എന്ന പദത്തിൽ നിന്നാണ്. ലുആബ് എന്ന് പറഞ്ഞാൽ വഹുവ റീഖുസ് സബീഇ അസ്സാഇൽ, കുട്ടികളുടെ വായിൽ ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുന്ന കേലുണ്ടല്ലോ, അതിനെയാണ് ലുആബ് എന്ന് പറയാം. അത്ര നിസാരാണ് ഈ സാധനം. ലഅബ് എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സ്ഥിരതയുമില്ലാതെ, യാതൊരു ഗുണവുമില്ലാതെ, ഒരു പ്രത്യേകമായ ഒരു മുഫീദായ ഒരു വിഷയം, ഒരു പ്രയോജനപ്രദമായതൊന്നുമില്ലാത്ത ഒരുതരം കുട്ടിക്കളി. അതുകൊണ്ടാണ് അഅ്മാലു സുബിയാൻ, കുട്ടികളുടെ പ്രവർത്തനത്തിനാണ് ഇതിന് കൂടുതൽ ഈ കളി ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് പദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞതിന്റെ ഒരു വിഷയം. അതെന്താണെന്നറിയോ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലഹുവിലും ലഅബിലും അടിമപ്പെടുന്നവനല്ല. അവൻ എപ്പോഴും പ്രാധാന്യമുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു ബുദ്ധിയുള്ളവന്റെ പ്രത്യേകത അതാണ്. അവന്റെ ടൈം അവൻ ഉപയോഗപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിനാണ്. അവന്റെ മറ്റിടപാടുകളെല്ലാം മുഖ്യമായ വിഷയങ്ങളിൽ മാത്രമായിരിക്കും ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തുക. അല്ലാത്തവരാണ് ഈ കളിയും വിനോദവുമായി നടക്കുന്നത്. കളി പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വാക്കുകളിലൂടെയുമാണെങ്കിൽ ലഹുവ് എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രശ്നമാണ്. അതെന്താ? അത് ഹൃദയവുമായി ബന്ധപ്പെട്ടത് കൂടിയാണ്.
അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. വലാ തുതിഅ, നബിയേ നീ അനുസരിച്ചു പോകരുത്, മൻ അഗ്ഫൽനാ ഖൽബഹു, ഒരുത്തന്റെ ഹൃദയത്തെ നാം അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, അൻ ദിക്രിനാ, നമ്മളുടെ സ്മരണയിൽ നിന്ന്, നമ്മളെ ഓർക്കുന്നതിൽ നിന്ന് അശ്രദ്ധയിലാക്കി കളഞ്ഞവനെ നീ അനുസരിക്കരുത് നബിയേ. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ എല്ലാ സ്മരണകളിൽ നിന്നും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകുന്നതാണ് വിനോദമെന്ന് പറയുന്നത്. കളിയും വിനോദവുമെല്ലാം അതൊക്കെ ചെറിയ രൂപങ്ങളിൽ അനുവദനീയമാണെങ്കിൽ അതിന്റെ മഹാഭൂരിപക്ഷം വരുന്ന സമയങ്ങളും അനനുവദനീയമാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ ലഅബിലും ലഹുവിലുമാണ്. അതിൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ അവർ വിനോദത്തിലാണ്. അവർ കളികളിലും തമാശകളിലും വിനോദങ്ങളിലുമാണ് കൂടുതൽ സമയവും. നമസ്കാരത്തിനു വേണ്ടി വരാൻ ആളുകൾക്ക് സമയം കിട്ടുന്നില്ല, പള്ളിയിൽ ഇരിക്കാൻ ആളുകൾക്ക് സമയം കിട്ടുന്നില്ല. ഏതെങ്കിലും ഒരു വഖത്തിന് നിസ്കാരം കഴിഞ്ഞാൽ പോലും ഉടനെ അയാൾ വിനോദത്തിൽ ഏർപ്പെടുകയാണ്. പള്ളിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അയാൾ വിനോദത്തിലേക്ക് വഴിമാറുകയാണ്. ഇന്നത്തെ കാലഘട്ടം സുബ്ഹാനല്ലാഹ് അത് വല്ലാതെ അധപ്പതിച്ചു പോയതാണ്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര ആളുകളാണ് ഈ വിഷയത്തിന് വേണ്ടി എത്രയോ ധാരാളം സമ്പത്ത് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പള്ളിയിലുള്ള രക്ഷിതാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ധാരാളം വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, വിവിധ തരങ്ങളായ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ വാഹനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്നാൽ രക്ഷിതാക്കളെ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, സ്വന്തം മക്കളുടെ സ്വഭാവ രൂപീകരണത്തിനു വേണ്ടി, സ്വന്തം മക്കളുടെ പരലോക വിജയത്തിനു വേണ്ടി, സ്വന്തം മക്കളുടെ നേരായ ബുദ്ധിക്ക് വേണ്ടി എത്ര പൈസയാ നിങ്ങൾ ഓരോ ദിവസവും ചെലവഴിക്കുന്നത്? എല്ലാരും ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞു. നിങ്ങൾ നോക്കൂ, വലിയൊരു മഹാവിപത്തിലാണ് നമ്മൾ ഉള്ളത്. 2 വയസ്സായ ഒരു കുട്ടി മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ആ കുട്ടികൾ മുഴുവനും വിനോദത്തിലാണ്, കളിയിലാണ്. ചെറുപ്പം മുതൽ നമ്മൾ കാണുന്ന സംഗതിയാണ്. ഇന്ന് ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാധനമാണ് ഏറ്റവും വലിയ ദുരന്തം. ഏറ്റവും വലിയ ദുരന്തമാണിത്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അയാളുടെ ചെറിയ കുട്ടി മൊബൈൽ എടുത്ത് കളിക്കുന്നു. ഞാൻ പറഞ്ഞു, മൊബൈൽ കുട്ടികൾക്ക് കൊടുക്കരുത് കേട്ടോ. അപ്പൊ അയാൾ പറയാം, ഞമ്മക്കറിയാത്ത സംഗതികളൊക്കെ കുട്ടികൾ ചെയ്യണത്. കുട്ടികള് നെറ്റിൽ ഡയറക്റ്റ് കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടികള് കാർട്ടൂൺ കാണുകയാണ്, കളിക്കുകയാണ്, ഗെയിമിലാണ് കുട്ടികൾ. നഊദു ബില്ലാഹ്. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയുമോ? ഇന്ന് മഹാഭൂരിപക്ഷം കുട്ടികളും മടിയന്മാരാണ്, അലസന്മാരാണ്, പഠനത്തിൽ ശ്രദ്ധയില്ല, തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ശ്രദ്ധയില്ല. മാതാപിതാക്കൾ വിളിക്കുന്നതിടത്തേക്ക് പോകാൻ അവന് സമയമില്ല. വിളിച്ചാലും പറഞ്ഞാലും എപ്പോഴും അവൻ മൊബൈലിലാണ്. കുട്ടികൾക്ക് ഈ സാധനം കയ്യിൽ കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്. ഈ രക്ഷിതാക്കൾ ആ കുട്ടികളുടെ ബുദ്ധി നശിപ്പിക്കുകയാണ്, ആ കുട്ടികളുടെ കണ്ണ് നശിപ്പിക്കുകയാണ്, ആ കുട്ടികളുടെ സംസ്കാരം നശിപ്പിക്കുകയാണ്, ആ കുട്ടികൾക്ക് റബ്ബിനോടുള്ള ബന്ധത്തിൽ നിന്ന് പിന്നിലിട്ട് വലിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചെന്നത് ഈ സാധനം ഉണ്ടല്ലോ, ഈ ലഹുവും ലൈബും, അത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോളണം, ഇല്ലെങ്കിൽ അപകടമാണ്. അതിന്റെ പിന്നാലെയുള്ള പോക്ക് അത് ഗുണപരമല്ല, അത് അപകടകരമാണ് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രയധികം ആളുകൾ, ചെറിയ കുട്ടികൾ മുതലേ തുടങ്ങാൻ ഈ പള്ളിയിലിരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന രക്ഷിതാക്കളും തങ്ങളുടെ മക്കൾക്ക് മൊബൈൽ കൊടുക്കുന്നവരല്ലേ? മിക്കവാറും എല്ലാവരുടെ മൊബൈലുകളിലും കാർട്ടൂണുകളില്ലേ, ഗെയിമുകളില്ലേ, വിവിധ തരങ്ങളായ ഗെയിമുകൾ. കുട്ടികളുടെ മാനസിക വളർച്ച തകരുന്നു. അവരുടെ പ്രത്യേക മെന്റാലിറ്റിയിലൂടെ മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
അത് വെറുതെ പറഞ്ഞില്ല, സാഡിസ്റ്റ് മെന്റാലിറ്റിയാണ് പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായി വരുന്നത്. വെടിക്കോപ്പുകൾ കൊണ്ടുള്ള കളി, കണ്ണിൽ കണ്ടത് മുഴുവനും അടിച്ചു തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാർ റേസിംഗ് മുതൽ ചീറിപ്പായുന്ന വാഹനങ്ങളെ ഹരമായി കാണുന്ന കുട്ടികൾ. എത്ര സമയമാണ് മക്കൾ ഇങ്ങനെ ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട കുട്ടി ഈ മൊബൈലുമായിട്ടിരിക്കുകയാണ്. രക്ഷിതാവ് സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ, ചില രക്ഷിതാക്കളൊക്കെ പറയും കുട്ടികൾ കുഴപ്പമുണ്ടാക്കാതെ മാറിയിരുന്നോട്ട്, ആ മൊബൈലാണ്ട് കൊടുത്താൽ ആ കുട്ടികൾ കുഴപ്പമുണ്ടാവില്ല. ആ കുട്ടികൾ ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല, നാളെ നിങ്ങൾക്കത് കുഴപ്പമാണ്. എന്ത് കുഴപ്പം? ഈ സമൂഹത്തിന് ഉപകരിക്കാത്ത മക്കളുണ്ടാകും, ഈ മതത്തിന് ഉപകരിക്കാത്ത, വേണ്ട നിനക്കുപകരിക്കാത്ത മക്കൾ ഉണ്ടാകുമെന്ന്. കുറച്ചും കൂടെ വളർന്ന് നിങ്ങൾ ചോദിച്ചു നോക്കി, മോനെ ഉപ്പക്ക് ഒരു ഗ്ലാസ് വെള്ളം കെട്ടെടുക്കണമെന്ന് പറഞ്ഞാൽ അതെടുക്കാൻ അവന് സമയം ഉണ്ടാവില്ല. ഉപ്പ അങ്ങളെടുത്ത് കുടിക്കും, ഞാൻ ഒരു ചെറിയ പണിയിലാണ്, തീർന്നിട്ടില്ല എന്ന് പറയും. മനസ്സിലായോ? ഇതിൽ ചെറിയ കുട്ടികൾ മാത്രമല്ല, വലിയ ആളുകൾ വരെയും, വലിയ വലിയ പ്രായമുള്ള മനുഷ്യന്മാരൊക്കെ ഇരുന്ന് മൊബൈൽ ഇങ്ങനെ ഗെയിം കളിക്കുന്ന കാണുമ്പോ, ദാ എന്റെ മൊബൈൽ എങ്ങനെ കൈ തരാം, ഒരു ഗെയിം ഇതിനകത്ത് ഉണ്ടാവില്ല. ഗുണപരമായ എന്തെങ്കിലും വിഷയങ്ങളല്ലാതെ ഗുണപരമായ കാര്യങ്ങൾ പഠിക്കട്ടെ കുട്ടികൾ, അതവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ. ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ എങ്ങനെ ഓതണമെന്ന് ഇതിൽ പ്രോഗ്രാം ആപ്ലിക്കേഷൻ ഇട്ടിട്ട് മക്കളെ കൊണ്ട് പഠിപ്പിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് ഈ കൂട്ടത്തിൽ ഇരിക്കുന്നതിൽ? കളിയും വിനോദവുമല്ലാതെ, കാർട്ടൂണുകളല്ലാതെ, ഗെയിമുകളല്ലാതെ ഇത്തരം വൃത്തികേടുകൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ കാർട്ടൂണുകൾ സുബ്ഹാന റബ്ബി, അത് മഹാവൃത്തികേടുമാണ്, മഹാവൃത്തികേടാണ്. ചെറിയ കുട്ടികൾ പോലും അർദ്ധനഗ്നരോ പൂർണ്ണനഗ്നരോ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളെയാണ് കുട്ടികൾ കാണുന്നത്. ബാപ്പക്കുമ്മക്കും കുഴപ്പമില്ല, ഈ ലഅബും ഈ ലഹുവും ആ കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത് മഹാനാശത്തിലേക്ക്. അന്ന് ഖേദിച്ചിട്ട് കാര്യമില്ല, അന്ന് കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. ഈ സാധനം തൊടാൻ പാടില്ല എന്ന് മക്കൾക്ക് നിർദ്ദേശം കൊടുക്കണം. എന്തിനാണ് അല്ലെങ്കിൽ തന്നെ ഈ ചെറിയ മക്കൾക്ക് ഈ സാധനം എന്തിനാ, ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾക്ക് ഫോൺ വിളിക്കാനും മറ്റു പല, അതുപോലെ തന്നെ ഏതെങ്കിലും ഇൻഫർമേഷൻ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താം. എന്നാലോ ഭൂരിപക്ഷവും കളിയും തമാശ. നിങ്ങൾക്കറിയുമോ, ഞാനൊരു സംഭവം പറയാം. ഇത് ഞാൻ രക്ഷിതാക്കൾക്ക് വേണ്ടി പറയുന്നതാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കാണാം. മഹാനായ ഹൻളലത്തുൽ അസ്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ലഖിയനി അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ കണ്ടുമുട്ടുകയാണ്. ഫഖാല, എന്നോട് ചോദിച്ചു അദ്ദേഹം, കൈഫ അന്ത യാ ഹൻളല, ഹൻളല എങ്ങനെയുണ്ട്, നിങ്ങളെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, നാഫഖ ഹൻളല, അബൂബക്കറെ ഈ ഹൻളല മുനാഫിഖായി പോയി, ഈ ഹൻളല കപടനായി പോയി. അബൂബക്കറെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ പറയുന്നു, സുബ്ഹാനല്ലാഹ്, മാ തഖൂലു യാ ഹൻളല, ഹൻളല നീ എന്താണ് ഈ പറയുന്നത്? ആശ്ചര്യം തന്നെ, എന്തൊരു വർത്തമാനമാണ് നീ പറയുന്നത്? ഉടൻ തന്നെ കാരണം പറയുന്നു. മഹാനായ ഹൻളല റളിയല്ലാഹു അൻഹു, അതേ നകൂനു ഇൻദ റസൂലില്ലാഹ് യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന ഹത്താ കന്നാ റഅയു ഐനിൽ ഫൈദാ ഖറജ്നാ മിൻ ഇൻദി റസൂലില്ലാഹ് ആഫസ്നാ അൽ അസ്വാജ വൽ ഔലാദ വൽ ളൈആത് ഫനസീനാ കസീറാ. ഹൻളല റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കറെ, നമ്മൾ റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ നബിതങ്ങൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ കണ്ണിൽ കാണുന്നത് പോലെ നമ്മൾക്ക് അനുഭവപ്പെടും. അപ്പൊ നമുക്ക് വല്ലാത്ത ഈമാനികമായ ആവേശമാണ്, നമ്മൾ വല്ലാതെ ത്രസിച്ചിരിക്കാറുണ്ടല്ലോ. അങ്ങനെ അവിടുന്ന് റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കള്, അതുപോലെ വീട്ടിന്റെ കാര്യങ്ങളുമെല്ലാമായി നമ്മൾ ബന്ധപ്പെടുമ്പോ നേരത്തെ അവിടുന്ന് കിട്ടിയ ഊർജമങ്ങ് കുറഞ്ഞു പോകുന്നല്ലോ അബൂബക്കറേ. അവിടെ നിൽക്കണ പോലെ വീട്ടിൽ നിൽക്കാൻ പറ്റണില്ല, അങ്ങോട്ട് കുറഞ്ഞു പോകാണല്ലോ. ഇത് കപടന്മാരുടെ പണിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാനൊരു കപടനാണ്. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കും അങ്ങനെ തന്നെയാണ്.
റസൂലുള്ളാഹിന്റെ അടുത്ത് ഇരിക്കുമ്പോ നല്ല ഈമാൻ ഉണ്ടാകും. റസൂൽ അങ്ങനെ പറയുമ്പോ അതിനെക്കുറിച്ച് കേൾക്കുമ്പോ എങ്ങനെ ത്രസിക്കും നമ്മള്. പക്ഷെ വീട്ടിലേക്കെത്തി, റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ കേട്ട് വീട്ടിൽ വന്ന് കുട്ടികളും ഭാര്യയും അങ്ങനെ വീട്ടിലെ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോ അത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. ഉടനെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് രണ്ടുപേരും കൂടി ചെന്നു. നബി തങ്ങളോട് കാര്യം പറഞ്ഞു. നബിയെ, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ബേജാറിലാണ്. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനപ്പെടുത്തി. റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ഇല്ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി ഫഫി الذിക്രി ലസാഫഹതുകുമുൽ മലായികതു അലാ ഫുർസികും വഫീ തുർഖികും വലാകിൻ യാ ഹല്ലലാ സാഅതൻ വസാ. റസൂലുള്ളാഹി പറയുകയാണ്, ഏ ഹല്ലല, നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് ഞാനിതാ അല്ലാഹുവിനെ സത്യം ചെയ്തു പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ സമയത്തുമെങ്കിലും എല്ലാ സമയത്തും നിങ്ങൾ അതേ രൂപത്തിൽ തന്നെയാണെങ്കിൽ ലസാഫഹതുകുമുൽ മലായിക, മലക്കുകൾ നിങ്ങളെ ഹസ്തദാനം ചെയ്യും. അലാ ഫുർശികും വഫീ തുർഖികും, നിങ്ങളുടെ വീടുകളിലേക്ക് കയറി വന്ന് മലക്കുകൾ നിങ്ങളെ ഹസ്തദാനം ചെയ്യും. നിങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മലക്കുകൾ നിങ്ങളെ ഹസ്തദാനം ചെയ്യും. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നല്ല ഉയർച്ചയായിരിക്കും, ചിലപ്പോൾ നല്ല കുറവായിരിക്കും. അതങ്ങനെ സംഭവിക്കുന്നത് തന്നെയാണ്. ഹല്ലലാദിൽ ബേജാറാകാനില്ല. ഞാൻ ഈ സംഭവം എന്തിനാ പറഞ്ഞു തരാം? ഇവരെന്തിനാ ഈ പറഞ്ഞത്? നാഫഖ എന്ന പദം പ്രയോഗിച്ചെന്തിനാ? അനുവദനീയമായ ലഹുവാണ്, അനുവദനീയമായ ലൈബാണ്. മക്കളോടും ഭാര്യയുമായുള്ള സല്ലാപങ്ങളും വർത്തമാനങ്ങളും അവരെ കളിപ്പിക്കലും അവരെ ചിരിപ്പിക്കലും അവരെങ്ങനെ തോളത്ത് കയറ്റലും അവരെ കുതിര കയറ്റലും ഇങ്ങനെയൊക്കെ കാണുന്ന എല്ലാം ലഹുവ് തന്നെയാണ്, ലൈബ് തന്നെയാണ്. പക്ഷെ അതൊക്കെ അനുവദനീയമാണ്, ഹലാലാണ്. ആ ഹലാലുമായി ബന്ധപ്പെടുമ്പോൾ പോലും റബ്ബിന്റെ അടുത്ത് ശിക്ഷ കിട്ടുമോ എന്ന് ഭയപ്പെട്ട മുൻഗാമികൾ അവരപ്പോ തന്നെ പേടിച്ചുപോയി. റസൂലുള്ളാഹിന്റെ അടുത്തിരിക്കുമ്പോൾ ഈമാനികമായ ആർജവം, ആ ത്രസിപ്പ് കിട്ടണില്ലല്ലോ എന്നോർത്ത് ബേജാറായെങ്കിൽ, മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ അനനുവദനീയമായ ലഹുവിലാണ് കൂടുതൽ സമയവും. നമ്മൾ ഭൂരിഭാഗം ആളുകളും അനനുവദനീയമായ ലഹുവിലാണ്. മൊബൈലിൽ ഇപ്പൊ ഇന്റർനെറ്റിലേക്ക് കയറിയാൽ ഇപ്പോഴത്തെ ഒരു തോന്നിയാസം എന്താണ്? രാത്രി 12-1 മണിയാലും കുട്ടികൾ ഉറങ്ങില്ല. എന്താ കാര്യം? ഈ വീട്ടിലുള്ള ഒരുത്തൻ അപ്പുറത്തുള്ള വേറൊരുത്തനുമായിട്ട് കളിക്കാണ്. ഇന്റർനെറ്റ് ഗെയിമിനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് എന്റെ വിവരം കിട്ടിയത്. ഒരേപോലെ കുറെ കുട്ടികൾക്ക് കളിക്കാവുന്ന ഗെയിമുകൾ, അവിടെ ഒരുത്തൻ ഇവിടെ ഒരുത്തൻ. പാതിരാത്രിയിൽ പണിയതാണ്. ഈ മക്കളെ ഒരൊറ്റ കാര്യത്തിന് കിട്ടണില്ല. ഈ മക്കളെ ഇസ്ലാമികമായ പ്രബോധനത്തിനോ ദീനിയായ ചിട്ടകൾക്കോ കൃത്യമായി എപ്പോ നോക്കാനും കാണാം ഉറക്കം തൂങ്ങി നടക്കണ കുഞ്ഞുമക്കള്. സുബ്ഹാനല്ലാഹ്, നല്ല ചൊടിയിൽ നിൽക്കേണ്ട മക്കളൊക്കെ ഉറക്കം തൂങ്ങി നടക്കാണ്. എപ്പോ നോക്കിയാലും തൂക്കം തന്നെ. എന്താ കാര്യം? ഈ സാധനത്തിന്റെ മുന്നിൽ ഇരുന്നിരുന്ന് അവരുടെ കണ്ണും കരളും കൽബും നശിക്കുന്നു, ശാരീരികമായ നാശമുണ്ടാകുന്നു അവർക്ക്. പഠനങ്ങൾ പരിശോധിച്ചാൽ, ഖുതുബയിൽ എല്ലാം കൂടി പറയാൻ പറ്റൂലല്ലോ, പഠനങ്ങൾ പരിശോധിച്ച മില്യൺ കണക്കിനാണ് കൗമാരപ്രായക്കാർ പൂർണ്ണമായും അവർ എടുത്തെറിയപ്പെട്ടിരിക്കുന്നു. ഈ സമൂഹത്തിന്, ഭൂമിക്ക്, നാടിന്, വീടിന് ഉപകാരപ്പെടേണ്ടുന്ന കൗമാരപ്രായക്കാരും യൗവനത്തിലുള്ള കുട്ടികളും മില്യൺ കണക്കിനാണ് നശീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സമയം വേസ്റ്റ്, ടോട്ടലി വേസ്റ്റ്. ഒരു ഉപകാരമില്ല, പഠനവുമില്ല, ഒന്നുമില്ലാത്ത തരത്തിലേക്ക് ഈ ഒരു പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിൽ ഹബീബ് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഐഹിക ലോകത്ത് നമുക്ക് നിശ്ചയിക്കപ്പെട്ട സമയം വളരെ കുറവാണ്. ആ സമയം വളരെ അമൂല്യവുമാണ്.
ഗുണപരമായ വിഷയങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താനുള്ളതാണ് നമ്മുടെ സമയം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലഹുവിലും ലഅബിലുമായി കഴിഞ്ഞുകൂടി ഒന്നുമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ആയുസ് പോയി പോകരുത്. അങ്ങനെ വന്നാൽ നാളെ അല്ലാഹുവിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇത്തരം ആളുകൾ പറഞ്ഞു പോകും, യാ ലൈതനീ ഖദ്ദംതു ലിഹയാതി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പരലോകത്തിനു വേണ്ടി മുന്നൊരുക്കം ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ദുനിയാവിൽ നിന്ന് ഞാൻ ഒന്ന് നല്ലവണ്ണം പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി കൽപ്പിച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ്. ഇത് നിങ്ങൾ കാണാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇവരാരും ഉപകാരപ്പെടാത്ത വാപ്പ ഉമ്മക്ക്, വാപ്പ മകന്, മകൻ വാപ്പക്ക്, കുടുംബക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉപകരിക്കാൻ പറ്റാത്തൊരു കാലം നമുക്ക് വരാനുണ്ട്. അന്ന് ഓരോരുത്തരും സെൽഫ് കോൺഫിഡന്റ് ആയിരിക്കും. ഇന്ന് നേരത്തെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിരുന്നു, റസൂലുള്ളാഹി ഈഥാർ റസൂൽ എന്ന വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും സെൽഫിഷുകളാണ്. ഇന്ന് സെൽഫിയുടെ കാലഘട്ടമാണ്. എന്നാൽ അതേപോലെ സെൽഫ് മാത്രമായി തീരുന്ന ഒരു ദിവസം വരാനുണ്ട്. അതേതാ? യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൂ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാഹു പറയാൻ, യാ അയ്യുഹൽ നാസ്, ഏ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വഖ്ശൗ, നിങ്ങൾ ഭയപ്പെടണം. യൗമൻ, ഒരു ദിവസത്തെ, ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, ഒരു പിതാവും തന്റെ സന്താനത്തിന് പ്രയോജനം ചെയ്യാത്ത ദിവസം, ഒരു സന്തതിയും പിതാവിനൊട്ടും പ്രയോജനകാരിയാകാത്ത ഒരു ദിവസം, അത് നിങ്ങൾ പേടിക്കണം. അല്ലാഹ് പറയുകയാണ്, ഇന്ന വഅദല്ലാഹി ഹഖുൻ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദത്തം സത്യസമ്പൂർണമാണ്. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഐഹിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ കാര്യത്തിൽ മഹാവഞ്ചകനായവൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മൊബൈൽ കൊടുക്കുന്ന പരിപാടി നിർത്തണം. അല്പം പ്രായമായ കുട്ടികളാണെങ്കിലും ശരി, 10, 17, 18 വയസ്സുള്ള കുട്ടികളാണെങ്കിലും മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സംഗതികളിലൂടെ അവരുടെ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കുന്നു, എന്താണ് അവർ പ്രവർത്തിക്കുന്നത് എന്ന് ശക്തമായി നോക്കണം. ഇത്തരം ഗെയിമുകളിലൂടെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ തടയണം. ആരാ റീചാർജ് ചെയ്യാൻ പൈസ കൊടുക്കുന്നത്? ബാപ്പ. ആരാ മൊബൈൽ ഓടിച്ചു കൊടുത്ത്? ബാപ്പ. ഇത് രണ്ടും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ബാപ്പാക്ക് പിന്നെ ഓനിൽ ഒരു ആക്സസും ഇല്ല എന്ന് നമ്മൾ പറയാം. നമ്മളെങ്ങനെ ഓനോട് അല്ല, റീചാർജ് ചെയ്ത് കൊടുക്കാൻ പൈസ ഇച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മൊബൈൽ ഇച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിന്റെ കയ്യിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ റബ്ബിന്റെ അടുത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വൽ അബ്ദു യുസ്അൽ, അടിമ ചോദ്യം ചെയ്യപ്പെടും. അൻ ഉംരിഹി ഫീമാ ഫനാ, ആയുസ്സിനെ കുറിച്ച് ചോദിക്കും, എന്തിനു നശിപ്പിച്ചു. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ, യുവത്വത്തെ കുറിച്ച് ചോദിക്കും, എന്തിനെ എവിടെ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു, എങ്ങനെ വിനിയോഗിച്ചു, കഴിഞ്ഞില്ല. വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയത്, എവിടെയാണ് അത് വിനിയോഗിച്ചത് എന്നും ചോദ്യം ഉണ്ടാവും. സമ്പത്തിന്റെ വിനിയോഗത്തെ കുറിച്ച് ചോദ്യം വരും. ആ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാവണം നമ്മൾ. ലഹുവിന് വേണ്ടി കളഞ്ഞു, ലൈബിന് വേണ്ടി കളഞ്ഞു, അങ്ങനെ അനാവശ്യമായ പ്രവർത്തനത്തിന് കളഞ്ഞു എന്ന് റബ്ബിനോട് പറയാൻ ധൈര്യമുണ്ടോ? പറയാൻ ധൈര്യമുണ്ടോ നമുക്ക്? ഇല്ല, പറയാൻ ധൈര്യമില്ല. അള്ളാഹുവിനോട് അവൻ തന്ന സമ്പത്ത് തോന്നിവാസത്തോടെ പ്രവർത്തിച്ചു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവില്ല നമുക്കാർക്കും. ബേജാറിലാണ് നമ്മൾ. അങ്ങേയറ്റത്തെ ദുഃഖത്തിലും ദുഃഖഭാരം കടിച്ചമർത്തുന്ന സന്ദർഭമായിരിക്കും അത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉണരണം.
ചേഞ്ച് വരണം, മാറ്റം വരണം. നമ്മുടെ മൊബൈലുകളിൽ അത്തരം സംഗതികളൊന്നുമില്ല എന്ന് ഉറപ്പിക്കണം. നമ്മൾ ശരിക്കങ്ങനെ ആവണം. അങ്ങനെ സമയം കൃത്യമായി പാലിക്കണം. എത്ര സമയം വേണം ആ സമയത്തിൽ മാത്രം ഉപയോഗപ്പെടുത്തുക. അതിനപ്പുറത്തേക്ക് ഇല്ല, അതൊന്നും ഉപയോഗപ്പെടുത്താൻ പാടില്ല. കാരണം അത് അള്ളാഹു നിസ്സാരമാക്കി കാണിച്ച, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളുടെ വായിൽ നിന്ന് ഒലിക്കുന്ന കേലക്ക് തുല്യമായി അള്ളാഹ് പഠിപ്പിച്ച അതിന്റെ പിന്നാലെ പോയി നമ്മുടെ ഈ സുന്ദരമായ സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് മഹാബദ്ധമാണ്. അവർ മൂഢന്മാരാണ്, വിഡ്ഢികളാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെങ്കോട്ടി പള്ളിക്ക് വേണ്ടിയിട്ടുള്ള സദഖയാണ്. എല്ലാവരും അതിനോട് നല്ല രൂപത്തിൽ സഹകരിക്കണമെന്ന് നടത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കും, അർഹമായ പ്രതിഫലം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ സന്താനങ്ങളെ നമുക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ. എല്ലാം നഷ്ടപ്പെട്ട് നാളെ റബ്ബിന്റെ അടുത്ത് നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഒരാളെയും ഉൾപ്പെടുത്താതിരിക്കുമാറാവട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വർഗ്ഗത്തിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.